എല്ലാവർക്കും നമസ്കാരം. ലൈവ് അപ്ഡേറ്റ് പറയുമ്പോൾ ജിസേലിൻ്റെ അമ്മയാണ് വന്നിരിക്കുന്നത്, പൊന്നമ്മ. അവർ മലയാളി ആലപ്പുഴക്കാരിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ വർഷങ്ങളായിട്ട് ബോംബെ ജീവിക്കുന്നതിൻ്റെ സ്വാധീനമുണ്ട്. മലയാളം കൊഞ്ചമൊക്കെ തിരിയത്തുള്ളൂ. ആ രീതിക്ക് തന്നെ മലയാളത്തിൽ പറയാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, അപ്പം മലയാളത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ജിസേലിൻ്റെ മലയാളം പോലെ തന്നെ നമുക്ക് തോന്നുന്നു. വന്നപടി ആദ്യം അനൗൺസ് ചെയ്ത് ഇന്ന് വരുന്ന ഫാമിലി ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അനുമോളുടെയും ആര്യൻ്റെയും ജിസേലിൻ്റെയും. അതൊരു ഒന്നൊന്നര പണിയാണല്ലോ എന്നുള്ളത് അവരവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവർ മൂന്ന് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു പോട്ടാപ്പോട്ടി പുറത്തറിഞ്ഞിട്ട് അവരുടെ ഫാമിലി വന്ന് അടിച്ചോട്ടെന്ന് കരുതിയാണോ എന്നൊക്കെയുള്ള രീതിയിൽ കുറേ നേരം ആര്യനെ ഇരുന്നൊക്കെ കളിയാക്കുന്നൊക്കെ ഉണ്ട്, അക്ബറും അവരും ഒക്കെ. പക്ഷേ വന്നിട്ട് ആദ്യം വന്നത് ജിസേലിൻ്റെ അമ്മയാണ് വന്നത്. വന്നു കഴിഞ്ഞ് ഈ ടാസ്ക് ഇന്നലെ വരെ കാണിച്ച ടാസ്ക് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതായത് എന്താണ് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയൊക്കെ വീട്ടുകാർ വരുമ്പോൾ ആ വരുന്നത് ഇവരപ്പുറത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുക, അതിനെക്കാട്ടും വലിയ ടഫായ ടാസ്ക് കൊടുത്തിരിക്കുക. അപ്പോൾ അവരാകെ അനീഷിനെയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള ഒരു സീനായിട്ടാണ് എനിക്ക് തോന്നിയത്. മുഖം ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കവിളൊക്കെ വിറയ്ക്കുന്നു അമ്മയൊക്കെ കണ്ടപ്പോഴത്തേന്. അപ്പോൾ ആ വന്ന സമയത്ത് ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു അവസരം കൊടുത്തിട്ട് വിട്ടിരുന്നെങ്കിൽ നല്ലതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലൊക്കെ അതുണ്ടായിരുന്നു. ഏതായാലും അത് ബിഗ് ബോസിന് മനസ്സിലായിരിക്കും ക്രൂരതയാണ് കാണിക്കുന്നത്. ഏതായാലും ബിഗ് ബോസ് മാറ്റി പിടിച്ചിട്ടുണ്ട്. വരുന്ന വടി നമുക്കൊന്ന് ചെന്ന് കാണാം. അതായത് ഇപ്പം വരുന്ന വടി ഒന്ന് ചെന്ന് കെട്ടിപ്പിടിച്ച് കാണാം. പിന്നെ അവിടെ നിൽക്കാൻ സമയമില്ല, അപ്പം തന്നെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകണം. അപ്പോൾ ജിസേലിൻ്റെ അമ്മ വന്ന പടി തന്നെ പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടുള്ള വേഷത്തിലൊക്കെ വന്നിട്ടുണ്ട്. വന്ന പടി തന്നെ ജിസേൽ, ഞാൻ ഇവിടെ സീനൊന്നും വെക്കുന്നില്ല, എപ്പോഴും സീൻ വെച്ചാൽ ചിലപ്പോൾ ചാനലടിച്ച് കളയും. അതുകൊണ്ട് അത്രമേൽ വന്നാൽ മാത്രമേ ഞാനിപ്പോൾ ഇനി സീൻ കാണിക്കുള്ളൂ. അല്ല ചുമ്മാ ലൈവിൽ നിന്ന് ഓരോ സീനും പിക്ചറും ഒക്കെ എടുത്താൽ അവർ ചാനൽ കളയും. അപ്പോൾ വന്ന ഉടനെ തന്നെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് തന്നെ ജിസേലിൻ്റെ കളി ഇവിടുത്തെ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ചു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആര്യനോടൊരു താല്പര്യം പുള്ളിക്കാരത്ത് കാണിച്ചില്ല. ആര്യനെ അവഗണിക്കുന്ന പോലെയാണ് തോന്നിയത്. ആര്യൻ ചെന്നുകൊണ്ട് ആര്യനെ ക്ഷയിക്കാണ്ട് കൊടുത്തു, അത്രയൊക്കെ തോന്നിയിട്ടുള്ളൂ. പിന്നെ നെവിനാണല്ലോ ആര് വന്നാലും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ. നെവിൻ വലിച്ചു പിടിച്ചുകൊണ്ട് സോഫയെ കൊണ്ടേ ഇരുത്തുന്നുണ്ട്, അടുത്തിരിക്കുന്നുണ്ട്. പിന്നെയാണ് എൻ്റെ മക്കളെ കാണേണ്ട ഒരു കളി. ലൈവ് കണ്ട് ബോറടിച്ചൊരു പണ്ടാരടങ്ങിയെന്ന് പറയാം. ആക്ടിവിറ്റി ഏരിയയിൽ ജിസേലിന് കൊടുത്ത ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും ദിവസം മോഹൻലാലിൻ്റെ പിക്ചറായിരുന്നു കൊടുത്തിരുന്നത്. അത് മതിയായിരുന്നു എൻ്റെ ബിഗ് ബോസ് എന്ന് ജിസേലും പറയുന്നുണ്ട്. അത് മതിയായിരുന്നു എൻ്റെ ബിഗ് ബോസ് എന്ന് നമുക്കും തോന്നും. കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഹൗസിൻ്റെ ഫ്രണ്ട് വശം നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരതിൻ്റെ മുന്നിൽ നിന്നാണ് ഡാൻസ് ചെയ്യുന്നതും ടാസ്ക് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ആ ഒരു ഹൗസിൽ ഇങ്ങനെ ബിഗ് ബോസ് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു കുറച്ച് പ്രാവശ്യം ഒന്ന് നോക്കുമല്ലോ, നമ്മളറിയാൻ നോക്കുമ്പോൾ നമുക്ക് മനുഷ്യനിൽ നിക്ഷിപ്തമായ ഒരു കാര്യം, ഒരു നിരീക്ഷണ ബോധം ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു കലാഭംഗിയോടെ എഴുതി വെച്ചിരിക്കുന്ന സംഭവം അല്ലെ, എന്തെങ്കിലും ഒരു ഭംഗിയായിട്ടൊക്കെ തോന്നുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടെയൊക്കെ നോക്കി നമ്മളുടെ തലച്ചോറിൽ അത് ഫീഡ് ചെയ്യും. കാണാൻ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്താൽ അങ്ങനെയാണ്. ഈ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നി. മേക്കപ്പ് ഇത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഏതായാലും ആ ബിഗ് ബോസ് എന്ന് എഴുതിയ കവാടത്തിൽ എഴുതിയ ആ ബിഗ് ബോസിൻ്റെ ഒരു കവാടത്തിൻ്റെ ആ ഒരു പിക്ചർ, അതാണ് പസിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. എൻ്റെ പൊന്നോ, ഒരാളുടെ സഹായമില്ലാതെ ഒരു ഗെയിമും ജിസേലിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളവൻ. ജിസേൽ അവിടെ കിടന്ന് വെള്ളം കുടിക്കുകയാണ്. ഇപ്പുറത്തെ ലിവിങ് റൂമിൽ ജിസേലിൻ്റെ അമ്മ ഇത് കണ്ടിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. മത്സരാർത്ഥികളെല്ലാം അത് അവിടെ വെച്ചിരുന്നാൽ ശരിയാവും. ഇത് മുഴുവൻ നേരം ബിഗ് ബോസേ ശരിയാണോ നോക്ക്, ബിഗ് ബോസേ ശരിയാണോ, ഇത് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസേ, എനിക്കും ലാലേട്ടൻ്റെ തന്നാ മതിയായിരുന്നു എന്ന് പറയാം. അല്ല പിന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ ടാസ്ക് മതിയായിരുന്നു. അവരവിടെ വന്നു കഴിഞ്ഞ് പോകുന്നു. ഇത് എന്നെ കൊണ്ട് പറ്റില്ല. ശരിയായ ഒരു ക്ലൂ തരൂ ബിഗ് ബോസേ. ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ഇത് പെട്ടെന്നൊന്നും അല്ല. ഇപ്പം എപ്പിസോഡിൽ ഒരു സെക്കൻഡ് കൊണ്ട് ജിസേൽ ഇത് ചെയ്തു കഴിഞ്ഞു പോണു എന്നൊക്കെ കാണിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ലൈവ് കാണുന്നവർക്കറിയാം കുറേ നേരമായി ശരിക്കും ജിസേൽ പരാജയപ്പെട്ട് പലയിടത്തും നിന്നു. പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് നിന്നു. അപ്പോൾ ഒരു ക്ലൂ തരുമോയെന്ന് ചോദിച്ചപ്പോൾ സ്കൈ, ആകാശം, ഇതാണ് ബിഗ് ബോസ് കൊടുത്ത ക്ലൂ. അപ്പോൾ ആ മോളിൽ കൊണ്ട് വെക്കേണ്ടത് ആകാശത്തിൻ്റെയാണ്. ആ ക്ലൂ കൊടുത്തപ്പം ഒരു ശാലം കൂടെയൊക്കെ ശരിയാക്കി. എന്നിട്ട് ശരിയായെന്ന് പറ ബിഗ് ബോസേ, പറ എന്ന് പറയാം. അത് കഴിഞ്ഞ് ഒരു വാക്ക് ബിഗ് ബോസേ പറയൂ. അത് പറയാഞ്ഞിട്ടാന്നോർത്ത് പറയൂ എന്നൊക്കെ പറയും. ഇതൊന്നും കേട്ടിട്ട് ബിഗ് ബോസ് ഉണ്ടല്ലോ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് അതിൻ്റെ വാതിക്കലെ പാത്തുണ്ടല്ലോ, മറ്റേ ടൈൽസ് വായിക്കുന്നത്, അവിടെ ശരിയായിട്ടില്ലെന്ന് പറയും. അപ്പം എങ്ങനെയൊക്കെയോ അവസാനം ഒന്ന് തട്ടിമുട്ടി എൻ്റെ പൊന്നെ ഒന്ന് ശരിയാക്കും. വയറ്റിൽ കിടക്കുന്ന വായി വരിക എന്ന് പറഞ്ഞാൽ ഇത്രയും കഷായിച്ചില്ല. ഇത് ഇച്ചിരി ടഫാണ്. പക്ഷേ ഒന്ന്
പറയാം, ആ വീട്ടിൽ താമസിക്കാൻ നോക്കിയിട്ട് ഇത്രയും നാളായില്ലേ. ഈ മേക്കപ്പും മറ്റുള്ളതും ആര്യൻ്റെ പറയാൻ നടപ്പും ആലു പൊറോട്ടയും മാത്രമല്ല, ഈ സംഭവമൊക്കെ ആ വീടല്ലേ. ആ വീടിനെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അകത്തൊരു രാജകൊട്ടാരം പോലെ പണിത് വെച്ചിരിക്കുന്നു. പുറത്ത് നമ്മൾ ഇന്നാൾ കണ്ടാണ് വെറുതെ ഷീറ്റ് അടിച്ച പോലെ. അവരത്രയും കലാവിരുതൊക്കെ അതിൻ്റെ അകത്ത് ചെയ്തതല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് കാണണം, കാണാനുള്ള ഒരു കലാഹൃദയം കൂടെ വേണം. അല്ലെ പിന്നെ എന്തുവാണ് ഈ മനുഷ്യരെന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ടാസ്കിലൂടെ ജിസേലിനെ മനസ്സിലാക്കാൻ നെവിൻ കഴിഞ്ഞ ദിവസം നോമിനേഷനിൽ പറഞ്ഞാൽ ആകെ ഒരു കണ്ടന്റ് ഉള്ളത് ഈ ആര്യനും ആലു പൊറോട്ടയും പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞു, ഒന്നുമില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് മമ്മി ഇങ്ങോട്ട് പോ, എനിക്ക് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് നെവിൻ്റെ അടുത്തൊന്ന് വലിക്കും മമ്മി. അപ്പം നെവിൻ ഇപ്പം വിടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെച്ചോണി. മമ്മിയെ വലിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ആ മറ്റേ ഇതില്ലേ ഉമ്മർത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. ചൂടാകുക, വെറുതെ ചൂടാകുക. അതായത് എനിക്ക് മേക്കപ്പ് സാധനമില്ല, വൈറ്റമിൻ സി ഇല്ല, നിയാമൈസൈഡ് ഇല്ല, എന്ത് തേങ്ങയാണോ എന്തൊക്കെയോ ഇല്ല, ഒന്നും ഇല്ല. മമ്മിയാണെ കുറെ നാളായിട്ട് ഇവിടെ, അതായത് കേരളത്തിലാണ്. എന്തിനു പോകുന്നു, ബോംബെന്ന് പോകുന്നു, എന്തിനാണ്, തിരിച്ചു പോ എന്നെല്ലാം പറഞ്ഞ് ചുമ്മാ കിടന്ന് ചൂടാകുക. അത് കഴിഞ്ഞ് പിന്നെ ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ എന്തൊക്കെയോ പറയും. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞ മലയാളത്തിൽ മാത്രം സംസാരിക്കണമെന്ന് പറയും. അപ്പൊ വീണ്ടും മലയാളത്തിലാവും. എന്തോ ബോംബെ പോയി നിൽക്കണം, പിന്നെ ആ കൊണ്ടുവന്നിട്ടില്ലെന്ന് തോന്നുന്ന സാധനം. പിന്നെ അതിലെല്ലാം എനിക്ക് ചിരി വന്നേ, മമ്മിയുടെ മേക്കപ്പ് ശരിയല്ലെന്ന്. ഇതാണ് ജിസേലിന്, എന്താണ് ആകെ കൂടി ജിസേലിന് വസ്ത്രധാരണം, മേക്കപ്പ്. ആ മമ്മിയെ പിടിച്ച് ഇപ്പൊ ലൈവ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരത്ത് കാണുന്നതിനെ പറയാം, ആ മമ്മിയെ പിടിച്ച് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മമ്മിയുടെ മേക്കപ്പ് ശരിയല്ലെന്ന് പറയുമ്പോൾ ആ മമ്മി പറയാം അത് ഇവിടെ വന്നിട്ട് അവർ ടച്ചപ്പ് ചെയ്താണ്. അതായത് ഇങ്ങോട്ട് കയറ്റി വിടുന്നതിന് മുന്നേ ആ ഹൗസിന്റെ അണിയറ പ്രവർത്തകരുണ്ടല്ലോ, അവര് ടച്ചപ്പ് ചെയ്ത് വിടുമല്ലോ, അതാണ്. അപ്പൊ ഇവിടെ പോയി കാര്യം, അവരുടെ ടച്ചപ്പ് ശരിയല്ലെന്നല്ലേ പറഞ്ഞു വെച്ചാൽ, അവരിട്ട് മേക്കപ്പ് ശരിയല്ലെന്നല്ലേ. ഇപ്പൊ അകത്ത് കയറ്റി മമ്മിയെ വെച്ച് ടച്ചപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ കാണുന്നൊക്കെ പറയുന്നതിനിടെ എന്തൊക്കെയോ ബിഗ് ബോസിന് മനസ്സിലാവുന്നുണ്ട്. ബിഗ് ബോസ് ഉടനെ തന്നെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പുറത്തെ കാര്യങ്ങളൊന്നും പറയരുത്, പുറത്തെ കാര്യമൊന്നും പറയും. അപ്പൊ ജിസേൽ ഇരിക്കുന്നുണ്ട്, ഇവിടെ ആരാ പുറത്തെ കാര്യം പറയുന്നത്, നമ്മളാണോ? അപ്പം എന്താണ് ഇവരുടെ ഭാഷ, മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം കൂടെയൊക്കെ കലർന്ന് അതും ഇതൊക്കെ പറയുന്നുണ്ട്. എന്താണേലും ആര്യനെ അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആര്യനോടൊന്നും പറയാനും എടുക്കാനൊന്നും പോയില്ല. അതോ ഇവർ കളിയൊന്നും കാണുന്നില്ല, ആർക്കറിയാം ഇവർ കളിയൊന്നും കാണുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പൊന്നമ്മ മലയാളിയാന്ന് പോലും നമുക്ക് ആദ്യകാലത്ത് കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു മലയാളിയല്ലെന്ന്. ആ ഒരു രീതി തന്നെ വർഷങ്ങളായിട്ട് ചിലരങ്ങനെയാ. ചിലർ മാത്രം വിദേശത്ത് പോയാലും മലയാളത്തെ പിടിവിടാതെ മലയാളത്തെ കൂട്ടിപ്പിടിച്ച് മലയാള തനിമയോടെ ജീവിക്കും. ചിലരെങ്ങനെയാത്ത വെസ്റ്റേൺ സ്റ്റൈലിനോട് വളരെ ആകർഷകമാണ്, അവരങ്ങോട്ടങ്ങ് ലയിച്ചു പോകും. ഈ ഫാമിലി അങ്ങനെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജിസേലിൻ്റെ വസ്ത്രധാരണമൊക്കെ കഴിഞ്ഞ ദിവസം ഫാമിലി ആരാ അനീഷിൻ്റെ ഒക്കെ ഫാമിലി വന്നപ്പോൾ ജിസേൽ ഇട്ടിരിക്കുന്ന വേഷമൊക്കെ കണ്ട എന്തോ പോലത്തെ ഒരു വേഷമാണ്, ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. അത് മാത്രമേ ശ്രദ്ധയുള്ളൂ കേട്ടോ. മേക്കപ്പ്, ഡ്രസ്സ്, ആലു പറാട്ട ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കണ്ടന്റും ഇല്ല. ഇത്രയും ദിവസം ആ പെൺകുട്ടിയെ ഇവിടെ നിർത്തിയത് തന്നെ വേസ്റ്റാണ്, വെറും വേസ്റ്റ്. അത് ബിബിയുടെ ഒരു എന്തോ ഒരു താല്പര്യത്തിന് പുറത്ത് കൊണ്ടു നടക്കുന്നതാണ്. ഒരു കണ്ടന്റും തരാനും അറിയില്ല, ഒന്നും അറിയില്ല. ഇന്ന് എന്തോ രാവിലെ ഇരുന്ന് പറയുന്ന കേട്ട് ഈ മോഡലാകുമ്പോൾ എപ്പോഴും 0 സൈസായിട്ട് സൂക്ഷിക്കണം, ഈ മോഡലിങ് പിന്നെ വിദേശ രാജ്യങ്ങളിൽ മുഴുവൻ സഞ്ചരിക്കാനുള്ള അവസരമുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പം മമ്മിയൊക്കെ കാണാതിരിക്കണം എന്നൊക്കെ മോഡലിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം 10-16 വയസ്സിൽ മോഡലിങ് തുടങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ലോകത്തിലേക്ക്, മോഡലിംഗ് ലോകത്തിലേക്ക് പോയിട്ട് പുള്ളിക്കാരത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു ഇതും അറിയത്തില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് മലയാളിയുടെ സംസ്കാരത്തിന് യോജിക്കാത്ത പലതും കണ്ടാലും നമ്മളത് ഇഷ്ടപ്പെട്ടു പോകണമെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ഇപ്പം ഏതായാലും മമ്മിയെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം അത്രയും പ്രാധാന്യമാണ് ഭംഗിക്കൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.